ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത കുറച്ച് സെൻറ്റൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് പ്രയാസമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്നതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. സെന്റൻസ് കുറച്ച് ലോങ് ആണ്, എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് രാവിലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് സാധനം നമുക്ക് വാഷ് ചെയ്യേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇന്ന് അരി കഴുകുന്ന സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു സെന്റൻസ് ആണ്, ഞാൻ അരി കഴുകി പക്ഷേ മീൻ മുറിച്ചില്ല, കാരണം കത്തി കാണുന്നില്ല. നല്ലൊരു സെന്റൻസ് ആണല്ലോ. ഞാൻ അരി കഴുകി പക്ഷെ മീൻ മുറിച്ചില്ല, കാരണം എന്താണ്? കത്തി കാണുന്നില്ല. ഈ ഒരു സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ. സോ ഞാൻ അരി കഴുകി, ഐ വാഷ്ഡ് ദ റൈസ് ബട്ട് ഐ ഡിഡ്ന്റ് കട്ട് ദ ഫിഷ് ബിക്കോസ് ഐ കാൺട്ട് ഫൈൻഡ് ദ നൈഫ്. സിമ്പിൾ അല്ലേ? അപ്പോ എന്താ പറഞ്ഞേ? ഐ വാഷ്ഡ് ദ റൈസ് ബട്ട് ഐ ഡിഡ്ന്റ് കട്ട് ദ ഫിഷ് ബിക്കോസ് ഐ കാൺട്ട് ഫൈൻഡ് ദ നൈഫ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ അരി കഴുകി പക്ഷേ ഞാൻ അരി കഴുകി പക്ഷെ മീൻ മുറിച്ചില്ല, കാരണം ഇവിടെ കത്തി കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇവിടെ എന്നും കൂടി നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വാഷ്ഡ് ദ റൈസ് ബട്ട് ഐ ഡിഡ്ന്റ് കട്ട് ദ ഫിഷ് ബിക്കോസ് ഐ കാൺട്ട് ഫൈൻഡ് ദ നൈഫ് ഹിയർ. അവസാനം ഒരു ഹിയർ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ മകൻ സ്കൂളിൽ പോകാൻ വൈകി, കാരണം ബസ് ഇന്ന് വൈകിയാണ് വന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, എൻ്റെ മകൻ സ്കൂളിൽ പോകാൻ വൈകി, കാരണം എന്താണ്? ബസ് വൈകിയാണ് വന്നത്, അല്ലെ? മൈ സൺ വാസ് ലേറ്റ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ദ ബസ് കെയിം ലേറ്റ്. സിമ്പിൾ ആണല്ലോ. എൻ്റെ മകൻ സ്കൂളിൽ പോകാൻ വൈകി, കാരണം ബസ് വൈകിയാണ് വന്നത്. മൈ സൺ വാസ് ലേറ്റ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ദ ബസ് came late. My son was late to go to school because the bus came late today. Okay, നെക്സ്റ്റ് നല്ലൊരു സെന്റൻസ് ആണ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്, പക്ഷെ ആരും കഴിച്ചില്ല, കാരണം അവർ നേരത്തെ പോയി. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്, പക്ഷെ ആരും കഴിച്ചില്ല, കാരണം എന്താ? അവർ നേരത്തെ പോയി. ഇത് നമുക്ക് സിമ്പിളായി പറയാം. അപ്പം ഇത് കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ പറയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി, ഐ മെയ്ഡ്. എന്താ ഉണ്ടാക്കിയത്? പുട്ട് ആൻഡ് കടലക്കറി. അതങ്ങനെ തന്നെ പറയാം, പുട്ട് ആൻഡ് കടലക്കറി. എന്തിനു വേണ്ടി? ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. ഐ മെയ്ഡ് പുട്ട് ആൻഡ് കടലക്കറി for breakfast today, but no one ate it. പക്ഷെ ആരും അത് കഴിച്ചില്ല, because they left early. സിമ്പിളായി പറഞ്ഞല്ലോ, I made put and കടലക്കറി for breakfast today, but no one ate it because they left early. Okay, next, ഞാൻ അലക്കാനിട്ടപ്പോഴേക്കും കറണ്ട് പോയി, അല്ലെങ്കിൽ ഞാൻ അലക്കാനിട്ട ഉടനെ കറണ്ട് പോയി, പക്ഷെ 12 മണി ആയപ്പോഴേക്കും കറണ്ട് വന്നു. എന്നെങ്ങനെയാ പറയാ? ഞാൻ അലക്കാനിട്ടപ്പോഴേക്കും കറണ്ട് പോയി. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ് സൂൺ ആസ് യൂസ് ചെയ്ത് പറയാം, കാരണം ഞാൻ അലക്കാനിട്ട ഉടനെ കറണ്ട് പോയി എന്നാണ്. അപ്പൊ അത് ആസ് സൂൺ ആസ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാം, ആസ് സൂൺ ആസ് ഐ സ്റ്റാർട്ടഡ് ദ വാഷിംഗ്. As soon as I started the washing, the power went off. കറണ്ട് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് the power went off, അല്ലേ? The power went off. കറണ്ട് പോയി. പക്ഷേ 12 മണി ആയപ്പോഴേക്കും കറണ്ട് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം but it came back by 12. അപ്പം as soon as I started the washing, the power went off, but it came by 12.
ഞാൻ അലക്കാനിട്ടപ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ അലക്കാനിട്ട ഉടനെ കറണ്ട് പോയി, പക്ഷെ 12 മണിയായപ്പോഴേക്കും വന്നു. നെക്സ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് മീൻകാരൻ വന്നത്. നല്ലൊരു സെന്റൻസ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് മീൻകാരൻ വന്നത്. എന്താ ഈ മീൻകാരൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഫിഷ് സെല്ലർ അല്ലേ? ഫിഷ് സെല്ലർ, ഫിഷ് വിൽക്കുന്ന ആള്. അപ്പം മീൻകാരൻ വന്നത്. അപ്പൊ ഇതെങ്ങനെ പറയാം? ദ ഫിഷ് സെല്ലർ കെയിം. ദ ഫിഷ് സെല്ലർ കെയിം ജസ്റ്റ് വെൻ ഐ സാറ്റ് ഡൗൺ ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മീൻകാരൻ വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വൈൽ യൂസ് ചെയ്തൂടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവിടെ മീൻകാരൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, രണ്ട് പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല. സോ നമ്മളിവിടെ എങ്ങനെ പറയണം? ദ ഫിഷ് സെല്ലർ കെയിം ജസ്റ്റ് വെൻ ഐ സാറ്റ് ഡൗൺ ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് മീൻകാരൻ വന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? വൈൽ യൂസ് ചെയ്ത് പറയാം. വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു നിയമമാണല്ലോ. അപ്പം വൈൽ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് മീൻകാരൻ വന്നത്. വൈൽ ഐ വാസ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് the fish seller came. While I was eating breakfast, the fish seller came. അല്ലേ? അങ്ങനെ പറയാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് സെല്ലർ വന്നത്, അതായത് മീൻകാരൻ വന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വൈൽ യൂസ് ചെയ്ത് പറയാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും മീൻകാരൻ വരലും ഒക്കെ ഒരേ സമയത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കവിടെ വൈൽ യൂസ് ചെയ്യാം. വ്യത്യാസം മനസ്സിലായോ? ഇത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് വ്യത്യാസം തന്നെയാണ് കേട്ടോ. അവൾ വാതിൽ തുറന്നിട്ടത് കൊണ്ട് പൂച്ച അകത്ത് കയറി എന്ന് പറയാറുണ്ടല്ലോ. അവൾ വാതിൽ തുറന്നിട്ടത് കൊണ്ട് പൂച്ച അകത്ത് കയറി. ഇതെങ്ങനെയാ പറയാം? ദ കാറ്റ് ഗോട്ട് ഇൻസൈഡ്. ഗോട്ട് ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂച്ച അകത്ത് കയറി. ഇനി വെന്റ് ഇൻസൈഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ, പൂച്ച അകത്തേക്ക് പോയി എന്ന് പറയാം. ദ കാറ്റ് ഗോട്ട് ഇൻസൈഡ് because she had opened the door. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഹാഡ് ഓപ്പൺഡ് യൂസ് ചെയ്തത്? വെറും ഓപ്പൺഡ് യൂസ് ചെയ്തിവിടെ ചെയ്യാം. ഷീ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറയാം, പക്ഷെ അവൾ വാതിൽ തുറന്നു പൂച്ച അകത്ത് കയറി എന്നല്ല നമ്മൾ പറഞ്ഞത്. അവൾ വാതിൽ തുറന്നിട്ടത് കൊണ്ട് പൂച്ച അകത്ത് കയറി. ഇങ്ങനെ പറയുമ്പോഴേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ, വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷമല്ലേ പൂച്ച അകത്ത് കയറിയത്. അപ്പം ദ കാറ്റ് അല്ലെ, കൊണ്ട് എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ കാറ്റ് ഗോട്ട് ഇൻസൈഡ് ബിക്കോസ് ഷീ ഹാഡ് ഓപ്പൺഡ് ദ ഡോർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ കാറ്റ് ഗോട്ട് ഇൻസൈഡ് ബിക്കോസ് ഷീ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറയാം. അതൊന്നും കൂടി സമയം കഴിഞ്ഞത് കൊണ്ട് നമുക്കിവിടെ ഹാഡ് ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്തു. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ഒരു സെന്റൻസ് സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മളെ കൂടെ ആരും സംസാരിക്കാനില്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും പോകുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഇന്ന് രാത്രി ഡിന്നറിന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇനി ഇതല്ലാതെ വേറെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുതിയ ചാനലിൽ വെർബുകളുടെ യൂസ് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ കമന്റിൽ ഇന്നലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വേറെ വെർബ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.